Hi all, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെലക്ഷൻ ടൂളിന്റെ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് സെലക്ഷൻ ടൂൾ ആയിട്ട് വരുന്ന എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ. അതിന്റെ ഷോർട്ട് കട്ട് M തന്നെയാണ്. റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ ആണ്. ഇതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? M തന്നെയാണ് അല്ലേ? ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന പല ടൂളുകൾക്കും ഷോർട്ട് കട്ട് സെയിം തന്നെയാണ്. സോ ആ ടൂളുകൾ എങ്ങനെ നമുക്ക് ടോഗിൾ ചെയ്യാന്നുള്ള കാര്യം ഞാനിപ്പോൾ പറയാൻ പോവുകയാണ്. ഇനി വരുന്ന ടൂളുകളൊക്കെ എല്ലാം കണ്ടോ, ഇവിടെ നോക്കുക, ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, അതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് എന്താണ്? എല്ലാണ് അല്ലേ? ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം L പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നോക്കുക, ഞാനിപ്പോൾ ഇവിടെ മൂവ് ടൂൾ എടുത്തിട്ട് M പ്രസ് ചെയ്യുവാണ്. M പ്രസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ അല്ലേ വരുന്നത്. പക്ഷെ എനിക്ക് വേണ്ടത് സർക്കുലർ എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ ആണ് എനിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഈ സെലക്ഷൻ ടൂളുകൾ ഇങ്ങനെ ടൂളുകൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഷിഫ്റ്റ് ദെൻ ഷോർട്ട് കട്ട്. ഓക്കെ, കണ്ടോ, കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം M പ്രസ് ചെയ്യണമെങ്കിൽ കണ്ടോ ഈ സെലക്ഷൻ ടൂളും അതുപോലെ തന്നെ നമ്മുടെ സർക്കുലർ ടൂളും എന്താവുന്നുണ്ട്? ടോഗിൾ ആവുന്നു. ഇവിടെ മാറുന്നുണ്ടോ? കണ്ടോ, ഷിഫ്റ്റ് പ്ലസ് M. ഓക്കെ, സോ ഇത് തന്നെ, ഈ ഒരു സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഇനി തുടർന്ന് വരുന്ന ടൂളുകൾക്കെല്ലാം നിങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ജസ്റ്റ് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ എടുക്കുവാണ്. അത് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് എലിപ്റ്റിക്കൽ ഷേപ്ഡ് സെലക്ഷൻ റീജിയൻ. അതായത് എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള സെലക്ഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ എടുക്കുന്നു. എന്ത് ചെയ്യുക? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ വെച്ച് ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ. അതായത് റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂളും യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഓക്കെ, ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, നമ്മൾ അതിനകത്ത് പഠിച്ച സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? ആദ്യമേ റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ നമ്മൾ പഠിച്ചത് നോർമൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിരുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ആ റെക്ടാങ്കുലർ മാർക്യൂ ടൂൾ വെച്ചിട്ട് തന്നെ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ, അതായത് ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും ഈക്വൽ ആവുന്ന രീതിയിൽ എങ്ങനെ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തും പറയുവാണ്, ഞാൻ ആദ്യമേ പറഞ്ഞത് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ വെച്ചൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് വേണ്ട ഒരു പക്ക ഒരു സർക്കുലർ ഷേപ്പ് ആണെങ്കിലോ? എലിപ്റ്റിക്കൽ ഷേപ്പും സർക്കുലർ ഷേപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? എലിപ്റ്റിക്കൽ ഷേപ്പിന് ലെങ്തി ആയിട്ട് വരും അല്ലേ? വിഡ്ത്ത് വൈസോ അല്ലെങ്കിൽ ഹൈറ്റ് വൈസോ കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ സർക്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പക്ക സർക്കിൾ, റൗണ്ട്, പക്ക പ്യുവർ റൗണ്ട് ഷേപ്പ് ആയിരിക്കും. സോ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം? അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്ടാങ്കുലർ മാർക്യൂ ടൂളിൽ പഠിച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ വന്നിട്ട് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നതിന്റെ കൂടെ എന്ത് ചെയ്യുക? കീബോർഡിലെ ഷിഫ്റ്റ് ബട്ടൺ ഹോൾഡ് ചെയ്യുക, പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ എന്ത് കിട്ടി? ഇത് പ്യുവർ സർക്കിൾ ഷേപ്പ് ആയിരിക്കും. ഈ ഷിഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് വരും. കണ്ടോ, ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലേക്ക് വരും. എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ വെച്ച് ഒരു പ്യുവർ സർക്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ മതി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് നമ്മൾ സർക്കുലർ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ പ്യുവർ സർക്കിൾ ഷേപ്പുകൾ ഡിസൈനുകളിലൊക്കെ കൂടുതലും സർക്കിൾ ഷേപ്പുകളായിരിക്കും. ഈ ഓവൽ ഷേപ്പുകളൊക്കെ വരാൻ ചാൻസ് വളരെ കുറവാണ്, വളരെ റെയർ ആയിട്ട് വന്നാലേ ഉള്ളൂ. പക്ഷേ കൂടുതലും നമുക്ക് പ്യുവർ റൗണ്ട് ഷേപ്പ്, സർക്കുലർ ഷേപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമ്മളിത് മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് എലിപ്റ്റിക്കൽ മാർക്യൂ ടൂൾ വെച്ച് ഒരു സർക്കുലർ റീജിയനിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് എന്ത് ചെയ്യുക? കീബോർഡിലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. ഓക്കെ, എന്ത് ചെയ്യുക? ആദ്യമേ റിലീസ് ചെയ്യേണ്ട ബട്ടൺ ഏതാണ്? ആദ്യമേ റിലീസ് ചെയ്യേണ്ട ബട്ടൺ കീബോർഡിലെ ഷിഫ്റ്റ് ആണോ? അല്ല. സോ മൗസിലെ ലെഫ്റ്റ് മൗസ് ബട്ടൺ ആദ്യമേ റിലീസ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക? ഷിഫ്റ്റ് റിലീസ് ചെയ്യുക. ഇപ്പൊ നമുക്കൊരു പ്യുവർ സർക്കുലർ ഷേപ്പ് കിട്ടും. ഞാൻ കളർ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. കളർ ഫില്ല് ചെയ്ത് എവിടെയാണ്? ടൂൾ ബോക്സിലെ ഏറ്റവും താഴെ നമുക്ക് ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും കിടപ്പുണ്ട്. മുകളിൽ കിടക്കുന്ന ഫോർഗ്രൗണ്ടും താഴെ കിടക്കുന്ന എന്താണ്? ബാക്ക്ഗ്രൗണ്ടും ആണ്. ഈ ഫോർഗ്രൗണ്ട് കളർ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓൾട്ടും ഡിലീറ്റും പ്രസ് ചെയ്താൽ മതി. ഇപ്പൊ നിങ്ങൾക്കൊരു സർക്കുലർ ഷേപ്പ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്തായിരുന്നു? സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എങ്ങനെ മൂവ് ചെയ്യാം എന്നുള്ള, അല്ലെ?
അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എടുക്കുക, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഡ്രാഗ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എന്ത് യൂസ് ചെയ്യുക, നിങ്ങൾ കീബോർഡിലെ സ്പേസ് ബാർ യൂസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഈ സെലക്ഷൻ റീജിയനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കീബോർഡിലെ സ്പേസ് ബാർ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ തന്നെ ഈ സെലക്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് എലിപ്റ്റിക്കൽ മാർക്ക് ടൂളിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിന്റെ ഒരു പർപ്പസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അല്ലേ. കളർ ഫില്ല് ചെയ്ത് നമുക്കൊരു പർട്ടിക്കുലർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് റെക്ടാങ്കുലർ ഷേപ്പ് ആൻഡ് സർക്കുലർ അല്ലെങ്കിൽ എലിപ്റ്റിക്കൽ ഷേപ്പിൽ നമുക്ക് കളർ ഫില്ല് ചെയ്ത് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാം എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇതിന്റെ ഒരു വേറൊരു പർപ്പസും കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റെക്ടാങ്കുലർ മാർക്ക് ടൂളും കൂടെ ചേർത്താണ് ഞാൻ ഈ ക്ലാസ്സിൽ ഇത് പറയുന്നത്. ഓക്കെ, അതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഇമേജ് ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഇമേജിന്റെ കുറച്ചൊരു ഏരിയ കട്ട് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു റെക്ടാങ്കുലർ ഷേപ്പിൽ കുറച്ച് ഏരിയ കട്ട് ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ദെൻ കീബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജിന്റെ അത്ര ഏരിയ നമുക്ക് എന്ത് കിട്ടും, കട്ട് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇതിനു മുമ്പായിട്ട് ഞാൻ ചെയ്ത രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. അന്ന് ആ ഇമേജ് ഞാൻ ഓപ്പൺ ചെയ്തു. ആ ഇമേജ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ ഒരു ഡോക്യുമെന്റിലേക്ക് ആ ഇമേജിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വലിച്ചിടുവാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ ചെയ്ത. ഇപ്പൊ ഈ ഒരു ഇമേജിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡിറ്റബിൾ അല്ല. കാരണം വെച്ചാൽ ഇതിന്റെ ലെയർ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ലെയർ ആണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെയർ ആക്കി മാറ്റാൻ സാധിക്കും. ഇതൊക്കെ ഞാൻ അടുത്ത ലെയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു തരാം കുറച്ചും കൂടെ ഡീപ്പായിട്ട്. സോ അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക, കൺട്രോൾ ആൻഡ് പ്രസ് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെന്റ് അങ്ങ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ ഡോക്യുമെന്റിനകത്തേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഇട്ടാൽ മതി. കണ്ടോ, ഇങ്ങനെ ഇട്ടാലും മതി. അതല്ലാതെ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ലെയറിനെ ലെയർ ആക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു പുതിയ ഡോക്യുമെന്റ് എന്ത് ചെയ്യുക, ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യുക, ഒരു ഡോക്യുമെന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ചുമ്മാ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഡോക്യുമെന്റിനകത്തേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഇമേജിനെ ഡ്രാഗ് ചെയ്ത് ഇടുക. ഇത് ഞാൻ ഫസ്റ്റ് മൂവ് ടൂൾ വെച്ച് ഞാൻ പ്രാക്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് ഉണ്ടായിരുന്നതാണ്. ജസ്റ്റ് മൂവ് ടൂൾ വെച്ച് എന്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇടുക. ഓക്കെ, ഇത് കണ്ടല്ലോ. സോ ഈ ലെയർ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റബിൾ ആണ്. മീൻസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലല്ല, ഇത് വേറൊരു സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെയറിനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ലെയറിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ലെയറിന് എന്താക്കിയായിരുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്ത് ലെയർ ആക്കി മാറ്റിയായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾ ഇവിടെ കണ്ടോ, ഈ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഇതങ്ങ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. കണ്ടോ, ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ റീജിയനകത്തുള്ള ഏരിയ മൊത്തം എന്തായി പോയി, അവിടുന്ന് ഡിലീറ്റ് ആയി പോയി. ഇതാണ് ഇതിന്റെ സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ പർപ്പസിൽ ഞാൻ പറഞ്ഞത് ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനകത്തേക്ക് കളർ ഫില്ല് ചെയ്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാം എന്ന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞു. ഈ സെക്കൻഡ് പർപ്പസിൽ ഞാൻ പറഞ്ഞത് എന്താണ്, ഒരു ഇമേജിന്റെയോ അല്ലെങ്കിൽ ഒരു ഷേപ്പിന്റെയോ കുറച്ച് റീജിയൻ നമുക്ക് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ റെക്ടാങ്കുലർ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഈ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കീബോർഡിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത്, അതായത് സെലക്ഷൻ ടൂളിന്റെ സെക്കൻഡ് പർപ്പസ്. സോ അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തത് എന്താണ്, റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആണ് യൂസ് ചെയ്ത്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എലിപ്റ്റിക്കൽ മാർക്ക് ടൂളും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഈ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എടുത്ത് എന്ത് ചെയ്യാം, ഇതുണ്ടോ, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരു സെലക്ഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെലക്ഷൻ റീജിയൻ അകത്തുള്ള ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയണ മെത്തേഡ്. ഇനി നമുക്ക് തേർഡ് മെത്തേഡിലേക്ക് പോകാം. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് വേറൊരു ഇമേജും കൂടെ ഓപ്പൺ ചെയ്യുവാണ്. ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ ഞാൻ ഒരു സെലക്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ചെയ്തിട്ട് ഈ സെലക്ഷൻ റീജിയനകത്തുള്ള കണ്ടന്റിനെ എനിക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് ഡോക്യുമെന്റിലേക്ക് ഇടാം. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇടാം. അതായത്
ഒരു സെലക്ഷൻ റീജിയനകത്തുള്ള ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ആ സെലക്ഷൻ റീജിയൻ ക്രിയേറ്റ് ചെയ്ത ശേഷം ഇവിടെ മൂവ് ടൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ഡോക്യുമെന്റിലേക്കും കൂടെ ഡ്രാഗ് ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. അതായത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്. അതൊക്കെ നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഇനിയുള്ള ക്ലാസ്സിൽ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് സെലക്ഷൻ റീജിയൻ വെച്ചിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് നമുക്ക് വേണ്ട ഏരിയ എന്ത് ചെയ്യുക, ഈ സെലക്ഷൻ ടൂൾ വെച്ച്, അതായത് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ വെച്ചോ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ വെച്ചോ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മൂവ് ടൂൾ എടുക്കുക. മൂവ് ടൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ സെലക്ഷൻ റീജിയനകത്ത് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്ത് നെക്സ്റ്റ് ഡോക്യുമെന്റിലേക്ക് കൊണ്ട് ഇടുക. അതായത് അവിടെ എത്തിയിട്ടേ നിങ്ങൾ മൗസ് ബട്ടൺ റിലീസ് ചെയ്യാവുള്ളൂ, അല്ലാതെ ഒരു കാരണവശാലും മൗസ് ബട്ടൺ റിലീസ് ചെയ്യരുത്. ഓക്കെ, ഇതുണ്ട് ഡ്രാഗ് ചെയ്ത് അടുത്ത ഇമേജിന് മുകളിൽ കൊണ്ടേ വെച്ചിട്ടേ മൗസ് ബട്ടൺ റിലീസ് ചെയ്യാവുള്ളൂ. ഇവിടെ കണ്ടോ ലെയർ 1 വന്നേക്കുന്നുണ്ടോ, ഞാൻ ഈ സെലക്ട് ചെയ്ത ഷേപ്പിലല്ലേ കട്ട് ചെയ്ത് പോന്നേക്കുന്നേ. ഇതാണ് ഇതിൻ്റെ ഒരു തേർഡ് പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സസൈസ് നിങ്ങൾ ചെയ്യണം, ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ നിങ്ങൾ അതിന്റെ പർപ്പസും ടൂൾ എന്താണെന്ന് നിങ്ങൾ പഠിക്കുള്ളൂ. അങ്ങനെ പഠിച്ചു പോകണം. ഓക്കെ, നമുക്ക് നമ്മുടെ എക്സസൈസിലേക്ക് കിടക്കാം. നമുക്കിവിടെ 2 എക്സസൈസ് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെക്ടാങ്കുലർ ടൂൾ വെച്ചിട്ട് ഇതുപോലെ 2 റീജിയൻ ക്രിയേറ്റ് ചെയ്ത് കളർ ഫില്ല് ചെയ്യണം. അത് നിങ്ങൾ ലെയർ ഒന്നും നിങ്ങൾ നോക്കണ്ട, ബാക്ക്ഗ്രൗണ്ട് ലെയറിലേക്ക് ഇടുക. കളർ ഏതാണെന്ന് നിങ്ങൾ നോക്കണ്ട. ഇപ്പൊ ബ്ലാക്ക് കളർ വേണ്ട, ഏത് കളർ ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഈ ഒരു സൈസും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ഒന്ന് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഓപ്പൺ ചെയ്തതുപോലെ ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു കളർ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഉപയോഗിച്ച് സ്ക്വയർ ഷേപ്പിൽ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കളർ ഫില്ല് ചെയ്ത് ചെയ്യുക. നെക്സ്റ്റ് വൺ വന്നിട്ട് എലിപ്റ്റിക്കൽ മാർക്ക് ടൂളിന്റെ എക്സസൈസ് ഉണ്ട്. അവിടെ അതുപോലെ തന്നെ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കളർ ഫില്ല് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ എന്ത് ചെയ്യുക, ഒരു സർക്കുലർ ഷേപ്പിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കളർ ഫില്ല് ചെയ്യുക. ഈ 2 എക്സസൈസ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതായത് 2 ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് തന്നെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ 2 ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല, ഒരു ഡോക്യുമെന്റ് തന്നെ ചെറുതായിട്ട് ചെയ്താലും കുഴപ്പമില്ല. ഈ സൈസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഡോക്യുമെന്റ് തന്നെ 2 വെച്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ ഡോക്യുമെന്റിൽ ഇത് മൊത്തം ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കളർ ഫില്ല് ചെയ്യാനായിട്ട് പഠിക്കണം, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 എക്സസൈസ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. 2 സെക്കൻഡ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ഞാൻ ഈ ഇമേജ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ടൂൾ ഉപയോഗിച്ചും എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ ഉപയോഗിച്ചും കട്ട് ചെയ്ത് പുതിയൊരു ഡോക്യുമെന്റിലേക്ക് ഡ്രാഗ് ചെയ്തിടുക എന്നുള്ളതാണ് സെക്കൻഡ് എക്സസൈസ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇമേജ് ഓപ്പൺ ചെയ്യുക, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, പുതിയൊരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ആ ഡോക്യുമെന്റ് ഇവിടെ വെബ് ചെയ്യുന്ന, ഇവിടെ കണ്ടോ വെബ് ചെയ്യുന്ന ഏറ്റവും ഹയർ റെസൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. വെബ് ലാർജ് കണ്ടോ, വെബ് ലാർജ് സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഈ ഡോക്യുമെന്റിനെ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് ഇവിടെ വരിക, ഇവിടെ കണ്ടോ റെക്ടാങ്കുലർ സെലക്ഷൻ റീജിയൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്ത് അതിവിടെ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ എടുക്കുക, കുറച്ച് ഏരിയ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ എടുക്കുക, മൂവ് ചെയ്ത് ഡ്രാഗ് ചെയ്തിടുക. തേർഡ് വൺ വന്നിട്ട് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുക, ഇത്ര റീജിയൻ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ എടുക്കുക, മൂവ് ചെയ്യുക, ഡ്രാഗ് ചെയ്തിടുക. കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു സെക്ഷനും കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് ഒരു ഇമേജിൽ നിന്ന് 3 ഏരിയ കട്ട് ചെയ്ത് ആ ഡോക്യുമെന്റിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. ഇത്രയാണ് നമ്മുടെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആൻഡ് എലിപ്റ്റിക്കൽ മാർക്ക് ടൂളും അതിന്റെ പ്രാക്ടിക്കൽ എക്സസൈസും വരുന്നത്. നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു.